ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ കണ്ട അതെ ഇന്ന് ശരണ്യ അടിപൊളി ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. നല്ല വലിയ ചെമ്മീനാണല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് ചെമ്മീൻ വട ഉണ്ടാക്കാൻ പോകും. കണ്ടാ ചെമ്മീൻ വടയാണ്. അപ്പൊ കൂട്ടുകാരെ ഞാനും കഴിച്ചു നോക്കിയിട്ടില്ല, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കാം. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാകണം. അപ്പൊ എല്ലാരും പോലും നമുക്കൊന്നിച്ച് ചെമ്മീൻ ഉണ്ടാക്കിയേക്കാം. ശരണ്യ എന്തോ അല്ലേ ചെമ്മീൻ പൊളിക്കാൻ തുടങ്ങി അല്ലേ? പൊളിക്കാൻ തുടങ്ങി. വലിയ ചെമ്മീനായിട്ട് പെട്ടെന്ന് പൊളിച്ചെടുക്കാം. അത് നേരാണ്. അത് കാരണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടല്ലേ? ചെമ്മീൻ കൊള്ളാലോ. അതെ അതെ, അമ്മ ചോദിച്ചാ കേട്ടാ. ചെമ്മീൻ കൊള്ളാം, നല്ല ചെമ്മീനാണ്. വലിയ ചെമ്മീനാണ്. നമുക്ക് വട ഉണ്ടാക്കാൻ പറ്റിയ ചെമ്മീനാണ് അല്ലേ? അമ്മേ എന്തോ ഒരു ഹായ് കൊടുത്തേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ എപ്പോ വന്നാലും കൂട്ടുകാർക്ക് ഒരു ഹായ് കൊടുക്കുക. മക്കളെ എല്ലാവർക്കും അമ്മയുടെ ഒരു ഹായ്. അപ്പൊ ശരണ്യ ഞാൻ സഹായിക്കണോ? ശരണ്യ ചെമ്മീൻ അല്ല, കഴിഞ്ഞ ചെമ്മീനൊക്കെ വന്നപ്പോ നമ്മൾ ഒന്നിച്ചല്ലേ ഞാൻ കിള്ളണം. ബാക്കി സാധനങ്ങൾ ഒരുക്കി വെച്ചു വടക്കുള്ള സാധനം എന്നൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കും. ചുമന്നുള്ളി, വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി വേണമെങ്കിൽ ഇഞ്ചി ചേർക്കാം, നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ചേർത്തേക്കാം. ചേർത്തേക്കാം. പിന്നെ പച്ചമുളക്, കരിയപ്പൂ. അപ്പൊ അതെല്ലാം അമ്മ ഒരുക്കി വെക്കണം. ഞാൻ എല്ലാം റെഡിയാക്കി വെക്കാം. എന്നാ അത് അമ്മ എടുത്ത് വെക്കേ. ഞാൻ എടുത്ത് വെക്കട്ടെ. ഇതിപ്പോ വേറൊരു കാര്യമുണ്ട് ശരണ്യ, ഇതുപോലത്തെ ചെമ്മീൻ കൊണ്ട് വേണമല്ലേ നമ്മള് കറി വെക്കാൻ. ആഹാ, അടിപൊളിയായിരിക്കും. കണ്ടാ കൂട്ടുകാരെ, നല്ല അടിപൊളിയായിട്ടാണ് ഇത് തൊലിയൊക്കെ കളഞ്ഞിരിക്കുന്നത്. നമ്മുടെ അച്ഛൻ്റെ വന്നല്ല. ഞാൻ നോക്കി ഇത് കപ്പയല്ല പൊളിക്കാൻ കേട്ടാ. കപ്പയും പച്ചക്കറിയൊക്കെയാണ് സാധാരണ. ഇപ്പൊ ചെമ്മീൻ വരെ പൊളിക്കാനാണ് പറയണത്. ഞാൻ എന്താ അറിയോ, ഞാൻ എല്ലാത്തിനും സഹായിച്ചു വന്നപ്പോഴേ ഇത് പൊളിച്ചെന്നാ കുളിക്കണം. അല്ല, എന്നെ കൊണ്ട് ചെയ്യിക്കല്ലേ അത്. ഞാൻ ചെയ്യുവാന്ന് അറിയാൻ പറ്റുന്നത് ഒരു പരീക്ഷണം അല്ലേ? കണ്ട ഞാൻ എന്ത് പറഞ്ഞേ, എനിക്കറിയാൻ മേലെ. കാരണം ഇത് എത്ര മീനുണ്ടെന്ന് എണ്ണി പറയാമേ? അതെന്താണ് പറഞ്ഞേ? കിള്ളിക്കഴിഞ്ഞ് പറയാ അല്ലേ? അങ്ങനെയല്ല. ഇപ്പൊ ഞാനാണ് ഇവിടെ നിന്നും മൊത്തം പറയും. ചേട്ടനെ പറയാൻ പറയാം. അല്ല, അങ്ങനെ വേണ്ട, അങ്ങനെ പറയല. കാര്യം ശരണ്യക്ക് അറിയാൻ മേലാത്ത കാര്യം ഞാൻ പറഞ്ഞു. ശരണ്യ എണ്ണാൻ പോല അങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട. ശരണ്യ നൈസിൽ എണ്ണി നോക്കിയാ പിന്നെ ഇത്ര ഇത് കൂടി കൂട്ടണ്ടേ അല്ലേ? നമുക്ക് എണ്ണണ്ട അല്ലേ? ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത്ര നേരമൊക്കെ ഇങ്ങനെ പറഞ്ഞെങ്കിലും എന്താണ് പ്ലാൻ എന്ന് അറിഞ്ഞില്ലേ? ചെമ്മീൻ വട. ചെമ്മീൻ വട അല്ലേ? വടയൊക്കെ ചായക്കടയിലൊക്കെ കിടക്കണത്. ചെമ്മീൻ കൊണ്ട് വടയെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെമ്മീൻ സായിപ്പന്മാര് കഴിക്കണതാണ് ചെമ്മീനും സാധനം. ഞണ്ട് എന്താണ് ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ. അപ്പൊ അതിന് ചെമ്മീൻ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ അച്ഛൻ്റെ അമ്മ ഇണക്കിയിട്ടുണ്ടെന്നൊക്കെ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അമ്മ പറഞ്ഞ് മനസ്സിലാക്കണം. അമ്മ വെറുതെ ഇരിക്കുമ്പോ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അച്ഛമ്മേ ചെമ്മീൻ വട ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മയുടെ വീട്ടിൽ ചന്ദ്രപ്പട വീട്ടിൽ നിന്ന് ചെമ്മീൻ കൊണ്ടുവരുന്ന അന്നേരം അച്ഛമ്മ ചെമ്മീൻ വട ഉണ്ടാക്കി ഞങ്ങൾക്കൊക്കെ തന്നിട്ടുണ്ട്. അതിനെ കഴിഞ്ഞില്ലേ പരിപാടി? ഇതിന്റെ അകത്തൊരു നാരുണ്ടല്ലോ, നമ്മുടെ ചെമ്മീന്റെ അകത്ത് ഞാൻ പൊളിച്ചു. കിള്ളിയൊക്കെ കഴിഞ്ഞല്ലേ? നാരൊക്കെ പൊളിച്ചോണ്ടിരിക്കുകയാണ്. കറുത്ത നാരി. എന്നിട്ട് ഇനി എന്നാ ചെയ്യാൻ പോണം? ഇത് നന്നായിട്ട് കഴുകി ഉപ്പിട്ട് നമ്മളൊന്ന് അടുപ്പേ വെച്ചൊന്ന് വേവിക്കണം. നന്നായിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ട് വേവിച്ചു. ചെമ്മീന് വേവ് കൂടുതലല്ലേ? അപ്പൊ കുട്ടികളെ നല്ല വൃത്തിക്ക് ഞാൻ ചെമ്മീൻ കഴുകി എടുത്തിട്ടുണ്ട്. അതെ, നല്ല അടിപൊളിയാക്കി. ഇനി ഇതിന്റെ വെള്ളമെല്ലാം ഊറ്റി കഴിഞ്ഞ് നമുക്ക് നല്ല വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. ഉപ്പ് ഇട്ട് വെച്ചിട്ട് കാണിക്കാം. ചെമ്മീൻ കണ്ട തിളച്ച് പറ്റിക്കൊണ്ടിരിക്കുന്നു. ശരണ്യ, ഇതിന് മൊത്തം പറ്റണ വെള്ളം? മൊത്തം പറ്റിയിട്ട് നമുക്ക് ഇത് തണുത്തിട്ട്
വേണം മിക്സിയിൽ അതിനകത്തിട്ട് ഒന്ന് കറക്കി എടുക്കണം, പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ടാ നമ്മുടെ ബാക്കി കറി കിടക്കാൻ പോകുന്നത്. ആഹാ, എന്നാ ശരി, ഇതൊന്ന് വേഗം ഒന്ന് റെഡിയാകട്ടെ. റെഡി ആയിട്ട് വട കഴിക്കാൻ ഞാൻ വെച്ചോണ്ടിരിക്കല്ലേ. അതെ. അപ്പൊ ഇപ്പൊ കൂട്ടുകാരത്തെ അമ്മ വെളുത്തുള്ളി, ചുമന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ട് അമ്മ പോയി. അപ്പത്തേ നമ്മൾ ചെമ്മീൻ്റെ മിക്സിക്കകത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് കറക്കി എടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ബാക്കി ചേർക്കാൻ. എന്താണ് ചിരിച്ചെന്ത് നിൽക്കുന്നു? ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ആണോ? ആഹാ, അങ്ങനെ നമ്മുടെ ചെമ്മീൻ ചതച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് വേറെയും ചതക്കണം അല്ലേ? അപ്പൊ ഞാൻ പാത്രത്തോട്ട് ഇതാക്കാം. ശരണ്യ അതെ ഈ പാത്രത്തിലായിട്ട് മാറ്റിയല്ലേ നമ്മൾ അരച്ച് വെച്ചത്. പച്ചമുളക് ഒടിച്ചിടണം. ഓ കൂട്ടുകാരെ, ഇത് കണ്ട, ഇത് ചെമ്മീനാണ് ഇത്രയും ചതച്ച് വെച്ചെന്ന് ആരെങ്കിലും പറയുവല്ലേ? കണ്ടാ പോലും പറയുകയല്ല. തേങ്ങയാണെന്നേ പറയൂ. അപ്പൊ നമുക്ക് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പൊ അതെ ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇന്നത്തിടാം. അതുകൂടി ഇതിലായിട്ടിടും. ആഹാ, അല്ലേ ഇതിങ്ങനെ അങ്ങോട്ട് ഈ പാത്രത്തിൽ തന്നെ വെച്ചാണോ വേവിക്കുന്നത്? അപ്പൊ കണ്ട കൂട്ടുകാരെ, അങ്ങനെ നമ്മള് ചെമ്മീൻ അരച്ചതും പച്ചമുളക് അരച്ചതും ഒക്കെ വെച്ചിട്ടുണ്ട്. തീയും കത്തിച്ച് നമുക്ക് വെള്ളം ഒഴിക്കാം. ഇനിയും വെള്ളം ഒഴിക്കുവാ ഇതിന്? ആഹാ, ഇത് കൊള്ളാമല്ലോ, നല്ല പരിപാടിയാണല്ലോ. അന്നേരം നമ്മൾ റവ ഇങ്ങനെ കുറുക്കി എടുക്കണം അല്ലേ? അതേപോലെ നമ്മൾ റവ ഇച്ചിരി കഴിയുമ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് കുറുക്കി നമ്മൾ അലുവ ഉണ്ടാക്കത്തില്ല, അലുവ, ആ പരിവാക്കി എടുക്കണം. അതന്നെയാണ് വേപ്പല ഇടാൻ പോണം. അമ്മ എന്തോ ഇത് കണ്ട ശരണ്യ കറി വെക്കാന്ന് വെച്ചമ്മ. ചെമ്മീൻ അരച്ച് ചാറ് വെക്കാന്ന് വെച്ച് അല്ലേ? ചെമ്മീൻ വട ഉണ്ടാക്കാൻ പോകുന്നത്. ചെമ്മീൻ മിക്സിയിലിട്ട് അരച്ചിട്ടേ ഇപ്പൊ അതേ ചാറ് കറി വെക്കാൻ പോണം. നമുക്ക് റവ ഇടാം. നീ ഇതില് റവ ഇട്ട് കുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ പറ്റിക്കണേ, എന്നെ പറ്റിക്കല്ലേ. ഇപ്പൊ ഉപ്പുമാവായല്ലേ ശരണ്യ? ചെമ്മീൻ ഉപ്പുമാവ്. ഇനി അത് തണുക്കുമ്പോ വടയായിട്ട് എടുക്കുക. അതല്ലേ അതെന്നാണ് ശരണ്യ? നെയ്യ് ഒഴിക്കാൻ പോവുകയാണോ? ആഹാ, നെയ്യൊക്കെ ഒഴിച്ചാണോ? ആഹാ, ചെമ്മീൻ ഉപ്പുമാവ് ഉണ്ടാക്കിയാണ് ഇപ്പൊ. ചെമ്മീൻ പൊടിച്ചേച്ചുവേ റവയൊക്കെ ചേർത്ത് ഉപ്പുമാവ് ഇണക്കി ശരണ്യ. അതേ കണ്ട, നല്ല ഉപ്പുമാവാണ്. അതെ അതെ. ആഹാ, മുളക് പൊടി ഇടുവാ ഇതില്? ആഹാ, കണ്ടാ കൂട്ടുകാരെ, അങ്ങനെ ഉപ്പുമാവ് റെഡിയാണ്. കണ്ട കറക്റ്റ് ഉപ്പുമാവ് അല്ലേ? ശരണ്യ അതിലായിട്ട് മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട്. അച്ഛാ, ഈ തവി കൊണ്ട് ഇളക്ക്, ആ തവി മാറ്റിക്കൊണ്ട് ഈ തവിയാക്കി. എന്നാ ഇതാണ് നല്ലത്. എന്നാ അല്ലച്ചാ, ഞാൻ പറയണൊന്ന് കേക്കച്ചാ. കുരുമുളക് പൊടി. ശരണ്യ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല ഇതിന്റെ ഇടക്ക്. എന്നാണ് ശരണ്യ? എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ തോരൻ റെഡിയായല്ലേ? ചെമ്മീൻ തോരൻ. ഞാൻ പറയണ കേക്ക്, ഇതുകൊണ്ടൊന്ന് ഇളക്കി കൊടു. എന്റെ ഇതും കൂടി ഒന്ന് വെച്ചേക്ക് ശരണ്യ. ഏതായാലും അവിടെ നിൽക്കല്ലേ. ഞാൻ പറഞ്ഞല്ലേ ശരി. അതുകൊണ്ടാണ് ഇളക്കേണ്ടത്. ഓരോ തവിക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അതെന്താ മനസ്സിലാക്കാത്ത നിങ്ങൾ രണ്ടുപേരും? ഓ പിന്നെ നമുക്ക് ഇത്രയും തവി ഇവിടെ ഉള്ളപ്പോ അത് മാറി മാറിയൊക്കെ ഉപയോഗിക്കാം. ചെമ്മീൻ ഉപ്പുമാവ്. ഇത് നമുക്ക് ഇന്നിപ്പോ ഏതായാലും വട പറഞ്ഞു പോയില്ലേ? ഇത് വട ഉണ്ടാക്കാം. അതെ. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പാത്രം വെച്ച് എണ്ണ ചൂടാക്കാം. കൂട്ടുകാരെ, അങ്ങനെ അതിനായിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. അപ്പം അതെ, അച്ഛനാണ് എണ്ണയൊക്കെ ഒഴിച്ചോണ്ടിരിക്കുന്നത്. ശരണ്യ എന്നെ സഹായിച്ചോണ്ടിരിക്കുന്നു അല്ലേ?
ശരണ്യ വട ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഉരുട്ടി നോക്കിയതാ. ആഹാ ശരണ്യ പരത്തിയതൊന്ന് കാണിച്ചേ. എന്ത് ഇങ്ങനെ ആക്കണം അല്ലേ? ഇങ്ങനെ ആക്കണം. ഉണ്ട എടുത്തിട്ട് ഇങ്ങനെ പരത്തിയിട്ട് അതിനടുക്ക് ഇങ്ങനെ വെപ്പ് വെച്ചാൽ മതി. അപ്പൊ അതെ അത് കൊള്ളാം. അപ്പൊ ഇങ്ങനെ എല്ലാം ആക്കിയിട്ടൊക്കെ കാണിക്കാം. അതെ അങ്ങനെ അതെ ശരണ്യ അതെ വടയൊക്കെ ഈ രീതിയിൽ ആക്കിയിട്ടുണ്ടല്ലേ. നമ്മുടെ എണ്ണയും ചൂടായി. അച്ഛനും അരക്കൈയൊക്കെ നോക്കണുണ്ട് വട പോലെയൊക്കെ ഇണക്കാനല്ലേ. കണ്ട അച്ഛനും ഒരെണ്ണം ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എണ്ണക്കകത്തിട്ട് ചൂടാക്കാം. ആ മതി മതി തീയൊക്കെ മതി. അടിപൊളി. അങ്ങനെ വടയെല്ലാം ദേ ഇട്ടിട്ട് ദേ എല്ലാരും കൂടി കാത്തു നിക്കുകയാണ്. ഇപ്പൊ തന്നെ കോരാനായി അമ്മ പാത്രമായിട്ടൊക്കെ നിക്കും. അങ്ങനെ ദേ രണ്ടുപേരും തവിയായിട്ട് നിക്കണം. ഏതാണ്ട് എല്ലാരും കൂടി ഇപ്പൊ തന്നെ അങ്ങോട്ട് കോരാനായിട്ട് തയ്യാറായിട്ട് നിൽക്കും. അപ്പൊ അതേ കണ്ട കൂട്ടുകാരെ ഇതേ ഇങ്ങനെ വടയൊക്കെ ഇതിൽ കിടന്ന് മൂത്തോണ്ടിരിക്കുന്നതേ ഉള്ളു. ഇതൊക്കെ ഒന്ന് മൂത്തിട്ടൊക്കെ നമുക്ക് അപ്പൊ എന്തായാലും ഇത് നമുക്ക് മൂത്തിട്ടൊക്കെ കാണിക്കാം അല്ലേ കൂട്ടുകാരെ. അങ്ങനെ നമ്മുടെ ശരണ്യ അതേ കോരിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. കണ്ടാ കൂട്ടുകാരെ അടിപൊളി വടയാണ് അല്ലേ. സൂപ്പർ വടയാണ്. പാത്രത്തിലോട്ട് വെക്കുകയാണ്. ആ കണ്ടാ കൂട്ടുകാരെ നല്ല അടിപ്പം വട. സൂപ്പർ വട. ബാക്കി അച്ഛനും കൂടി കോരിക്കൊണ്ടിരിക്കുന്നു. കൂട്ടുകാരെ അങ്ങനെ അതെ വീണ്ടും അച്ഛനാണ് ഇപ്പൊ ഇട്ടോണ്ടിരിക്കുന്നത്. നമ്മുടെ അച്ഛൻ തന്നെ കൈകാര്യം ചെയ്യണം അല്ലേ ചെയ്യുന്നത്. കൂട്ടുകാരെ അങ്ങനെ അതെ ശരണ്യ അതെ വാക്ക് പറഞ്ഞ പോലെ അതെ നമുക്കിതേ വടയൊക്കെ ഇണക്കി തന്നിട്ടുണ്ട് അല്ലേ. സൂപ്പർ വട. നിങ്ങളും ഇതുപോലെയൊക്കെ ചെമ്മീൻ കിട്ടുമ്പോഴൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അല്ലെ. വലിയ ചെലവൊന്നും ഇല്ല. ഇച്ചിരി റവയുടെ കേസ് കെട്ടൊക്കെ ഉള്ളല്ലേ. ഇത് ഇപ്പൊ വീഡിയോ എടുക്കാൻ ആരാണെന്നറിയോ? നമ്മുടെ അച്ഛനാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങോട്ട് വന്നേനെ. പിന്നെ അമ്മ ദേ അപ്പുറം ഉണ്ട്. അപ്പൊ കൂട്ടുകാരെ ഇത് ഞാൻ ഒന്ന് കഴിച്ച് കാണിച്ചു തരാം. കാരണം മിക്ക വീഡിയോയിലും ഉണ്ട് ഇത് ടേസ്റ്റ് ചെയ്ത് കാണിക്കുന്നില്ല, പലഹാരം ഇണക്കിയേ കാണിക്കുന്നുള്ളത്. അപ്പൊ പിടിച്ചോ? അപ്പൊ കൂട്ടുകാരെ ഇത് കണ്ട നല്ല അടിപൊളിയായിട്ടൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്രക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ സാധനം അല്ലേ. സൂപ്പർ. അപ്പൊ ഇതിന്ന് ഇതെങ്ങനെ ഒരു സ്വൽപ്പമൊക്കെ എടുത്ത് നമ്മുടെ ശരണ്യക്ക് തന്നെ ആദ്യം കൊടുക്കണം. പരീക്ഷിച്ച ശരണ്യല്ലേ. അപ്പൊ ഞാൻ തന്നെ എല്ലാം പരീക്ഷിച്ച് നോക്കുമ്പോ എടുത്ത് കഴിക്കണം ശരിയല്ലേ. സൂപ്പർ സാധനം. നല്ല അടിപൊളി സാധനമാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ. അപ്പൊ ഞങ്ങൾക്കും സുഖം തന്നെയാണ്. അപ്പൊ നമ്മളെ ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം. അതുപോലെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോക്ക് വേണ്ടവരെ ബൈ.